ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു തനി നാടനായിട്ടുള്ള കുമ്പളങ്ങയും പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള ഒരു കറിയാട്ടോ. ഇതുപോലെയാട്ടോ ഇരിക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലൊരു കറിയാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വേകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ചീറ്റി പോകുള്ളൂ. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം കേട്ടോ. അത് ഞാൻ ഒരു വിസിൽ കൊടുത്തിട്ടാട്ടോ അത് വേവിക്കുന്നത്. ഒരു വിസിൽ വരുന്നതിനുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ആക്കിയിടും. ഇത് ഫുൾ പ്രഷർ പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആക്കും കേട്ടോ. കുമ്പളങ്ങ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം ഒരു 1.5 കപ്പോളം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി, ഈ ഒരു വലിപ്പമുള്ള ചെറിയ തക്കാളി മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. അതും അതുപോലെ തന്നെ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പരിപ്പ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് അതിലേക്ക് ഇടണം കേട്ടോ. ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, ഞാനിത് 1/2 കപ്പിൽ ഇങ്ങനെ കുമിച്ചാണ് കേട്ടോ തേങ്ങ എടുത്തേക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു നുള്ള് ജീരകം, 2 കഷ്ണം ചെറിയ ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, അത് ഒരെണ്ണം മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതേപോലെ കേട്ടോ, നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം കേട്ടോ പച്ചമുളക് ഞാൻ അരയ്ക്കുന്നത്. നല്ലപോലെ അരഞ്ഞു പോകണ്ട, ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടി വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ മുറിച്ച് ഇടുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഓണാക്കുക, ഓഫാക്കുക, അത്രയും മതി. പച്ചമുളക് അരഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാൽ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചതഞ്ഞ ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കല്ലിലൊക്കെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ആരും കല്ലിലൊന്നും അരയ്ക്കാറില്ലല്ലോ, അപ്പോൾ മിക്സിയിലല്ലേ ഇപ്പം എല്ലാവരും അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തട്ടേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുമ്പളങ്ങയും തക്കാളിയും ചേർക്കാം. ഉപ്പ്, ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ആ പരിപ്പ് ചേർത്തപ്പോൾ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് മതി. ഇനി ഞാനിത് ഒന്നും കൂടെ സ്റ്റൗവിലേക്ക് മാറ്റും കേട്ടോ. ഇതും അതുപോലെ തന്നെ ഒരു വിസിൽ കേട്ടോ. ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ആക്കിയിടുക. പിന്നെ ഫുൾ പ്രഷർ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കാം. ഓക്കെ, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഏതിലാണോ തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്കത് മാറ്റാം കേട്ടോ. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിൽ ബൗളിൽ കുറേ തേങ്ങയുടെ അംശമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇതിലേക്ക് തന്നെ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി യോജിപ്പിക്കാം കേട്ടോ. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന വെച്ചാൽ സക്സസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. കൂടുതലും എൻ്റെ യൂട്യൂബിൽ കാണിക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കറികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയല്ല. ഞാൻ ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ടൊരു തിള വന്നേച്ചാൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് തിളപ്പിക്കുന്നതല്ലേ, അപ്പോൾ അത് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കോളും. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഇളക്കാം. അത്രയും മതി കേട്ടോ. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിടണം. ഞാൻ ഈ ചട്ടി മാറ്റി വെക്കണേണ്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഇച്ചിരി കറിവേപ്പില. ഇതിനകത്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഒരു ബ്രൗൺ നിറയെ. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇതൊന്നിങ്ങനെ യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് വെച്ചല്ലോ, അതിൻ്റെ ആ ഫ്ലേവർ ആ കറിയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. സമയമായിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം.
അപ്പോൾ അതാ ഇതിങ്ങനെ നല്ല കുറുകിയ ഒരു കറിയാട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്